ഇന്നാണ് SSLC റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. വലിയ ആവേശത്തോടുകൂടെ, വലിയ കൗതുകത്തോടുകൂടെ, ചിലപ്പോൾ ഒരല്പം ആശങ്കയോടുകൂടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് സ്ക്രീനിൽ ആ ഗ്രേഡ് കാർഡ് തെളിഞ്ഞു വരുന്ന സമയത്ത് അത് എന്തു തന്നെ ആയാലും അതിനെ ഒരു പുഞ്ചിരിയോടുകൂടെ നേരിടണമെന്നും ഇതും കടന്നു പോകുമെന്നും ഈ റിസൾട്ടിൽ തളർന്നിരിക്കാതെ, അധികം ആവേശം കൊണ്ടിരിക്കാതെ, വരാനിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ കൃത്യമായി നിർണ്ണയിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി സ്വപ്നം കണ്ടു തുടങ്ങണമെന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. 2023 ജൂൺ മാസത്തിൽ, ചിലപ്പോൾ അതിനു മുമ്പ്, നമുക്ക് 10ാം ക്ലാസ്സിലേക്ക് ഒഫീഷ്യൽ പ്രൊമോഷൻ കിട്ടിയപ്പോൾ മുതൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ നോട്ടപ്പുള്ളികളാണ് നമ്മൾ. അന്നു മുതൽ ഇങ്ങോട്ട് എല്ലാ ദിവസവും ഒന്നും കൃത്യമായി പഠിച്ചില്ലെങ്കിലും 9ാം ക്ലാസ്സിലേക്കാളും നന്നായി ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. ഒരു ഡിസംബർ മാസമൊക്കെ ആയപ്പോഴേക്ക് കളി കാര്യമാകാൻ തുടങ്ങിയപ്പോൾ നേരത്തെ എഴുന്നേറ്റ് വായിച്ചിട്ടുണ്ട്. കടിച്ചാൽ പൊട്ടാത്ത പോയിന്റുകൾ എഴുതി പഠിച്ചിട്ടുണ്ട്. നന്നായി അധ്വാനിക്കണമെന്ന് മനസ്സിലുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷത്തേക്കാൾ മികച്ചൊരു വേർഷനായി ഞാനും നിങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്. ആ അധ്വാനത്തിന്റെ, ആ പരിശ്രമത്തിന്റെ റിസൾട്ടാണ് ഇന്ന് വരുന്നത്. അതുകൊണ്ട് ഈ SSLC പരീക്ഷയിൽ ഗംഭീരമായി മാർക്ക് സ്കോർ ചെയ്ത എല്ലാവരും ആ വിജയത്തെ ചെറുതായെങ്കിലും ഒന്ന് ആഘോഷിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സുന്ദര നിമിഷമായിരിക്കും അത്. ഉറപ്പായും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി ആ മധുരത്തെ, സന്തോഷത്തെ നിങ്ങൾ പങ്കുവെക്കണം. എന്നാൽ എനിക്ക് സംസാരിക്കാനുള്ളത് മറ്റൊരു കൂട്ടരോടാണ്. പരീക്ഷയിൽ വിചാരിച്ചത്ര മാർക്ക് കിട്ടാതെ പോയവരോട്, സമൂഹം, നാട്ടുകാർ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡിന് താഴെ വീണു പോയവരോട്. നിങ്ങളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ആരോടും ഉത്തരം പറയേണ്ടതില്ല. നിങ്ങളുടെ മാർക്കിനെ ആരുമായും കമ്പയർ ചെയ്യേണ്ടതില്ല. ഈ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴേ നമുക്കറിയാമായിരുന്നല്ലോ ഇത്ര A+ അല്ലെങ്കിൽ ഇത്ര A ഗ്രേഡ് എനിക്ക് കിട്ടുമെന്ന്. അത് കിട്ടിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. മറ്റാരുടെയെങ്കിലുമൊക്കെ മാർക്കുമായി നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറച്ച് കാണുകയാണ് ചെയ്യുന്നത്. അതൊന്നും നമുക്ക് വേണ്ട. തളർന്നു പോകും എന്ന് തോന്നുന്ന നിമിഷത്ത്, കരയാൻ തോന്നണം എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ കൂട്ടിപ്പിടിക്കണം. ഇതിലൊന്നുമല്ല, ഇങ്ങനെയൊന്നുമല്ല എൻ്റെ കഥ അവസാനിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളോട് തന്നെ ധൈര്യം കൊടുക്കണം. നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. 2011 15 വയസ്സുള്ള നാസർ ഫാറുദ്ദീൻ എന്ന കുട്ടി അന്ന് മുഴുവൻ വിഷയത്തിലും A+ പ്രതീക്ഷിച്ച് റിസൾട്ട് കാത്തിരുന്ന് അവസാനം റിസൾട്ട് വന്നപ്പോൾ 9 A+ ഒതുങ്ങിയപ്പോൾ അതൊരു നല്ല മാർക്കാണ് എന്നറിഞ്ഞിട്ടും ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അവൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ആ സങ്കടത്തിൽ നിന്ന് അവൻ തിരിച്ചു വരാൻ സമയമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കഥ എനിക്ക് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് അത്രമേൽ പേഴ്സണലാണ്. അതുകൊണ്ട് ഇത്രമാത്രം എൻ്റെ മക്കൾ ഓർമ്മിച്ച് വെക്കുക. 10ാം ക്ലാസ്സിലെ റിസൾട്ടാണ്. +1 എത്തിയാൽ മറന്നു പോകുന്ന ഒരു കഷ്ണം പേപ്പറാണത്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനേക്കാൾ, നിങ്ങളുടെ മനസമാധാനത്തേക്കാൾ വലുതായ ഒന്നും ആ പേപ്പറിലില്ല. അതുകൊണ്ട് ഈ റിസൾട്ടിനെ നമ്മൾ പുഞ്ചിരിച്ച് നേരിടും. ഇനി വരാനിരിക്കുന്ന വലിയ മത്സര പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ ഗംഭീരമായി തയ്യാറെടുക്കും. ഇതൊന്നുമല്ല എൻ്റെ കഥ എന്ന് അഭിമാനത്തോടെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയും. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ കൺസേൺസ് ഒക്കെ നിങ്ങൾക്കൊരു കമൻറ്റായി ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പരീക്ഷ എഴുതി കഴിഞ്ഞ് റിസൾട്ട് കാത്തു നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ പീപ്പിൾ, ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായ ഒരു റിസൾട്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് പീപ്പിൾ.